Hi, hello everyone. It's me, CA Sanjay. Welcome to Auditing Capsule Series, concept number 3. So, ഇന്ന് concept number 3 ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓഡിറ്റ് റിസ്ക് എന്ന കോൺസെപ്റ്റ് ആണ്. ഓഡിറ്റ് റിസ്ക്. സോ ഈ ഒരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആൻഡ് വളരെ സിമ്പിൾ ആണ് താനും. ഓക്കെ, യെസ്. സോ എന്താണ് ഓഡിറ്റ് റിസ്ക്? അതിന്റെ ഡെഫിനിഷൻ ഇവിടെ പറയുന്നത് ദ റിസ്ക് that auditor gives an inappropriate audit opinion when the financial statements are materially misstated. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവുന്ന സമയത്ത് ഓഡിറ്റർ കൊടുക്കുന്ന തെറ്റായ അഭിപ്രായം, അതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? ഓഡിറ്റ് റിസ്ക് എന്ന് വിളിക്കുന്നത്. നമുക്ക് നോക്കാം. ഓഡിറ്റ് റിസ്ക്. സി, എന്താണ് ആക്ച്വലി ഓഡിറ്റ്? ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അഭിപ്രായം പറയുക, എക്സ്പ്രസിംഗ് ഒപ്പീനിയൻ. ശരിയല്ലടാ? എക്സ്പ്രസിംഗ് ഒപ്പീനിയൻ. ഒരു ഓഡിറ്ററിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു എക്സ്പ്രസ് ഒപ്പീനിയൻ. സോ അവിടെ സംഭവിക്കാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? ഞാൻ പറഞ്ഞ ഒപ്പീനിയൻ തെറ്റിപ്പോകാനുള്ള സാധ്യത. As an auditor, what is my objective? Tell me. To express opinion. So what could be the risk that the opinion I gave might go wrong? ഞാൻ കൊടുത്ത ഒപ്പീനിയൻ തെറ്റിപ്പോകാനുള്ള സാധ്യത, അതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? ഓഡിറ്റ് റിസ്ക് എന്ന് വിളിക്കുന്നത്. ഒരു ഓഡിറ്റർ തെറ്റായ ഒപ്പീനിയൻ പറയാനുള്ള സാധ്യത, അതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? ഓഡിറ്റ് റിസ്ക് എന്ന് വിളിക്കുന്നത്. നമുക്കിത് കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കാം. അതായത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അവിടുത്തെ മാനേജ്മെന്റ് പ്രിപ്പയർ ചെയ്തു. എന്നാൽ അതിനകത്ത് ഒരുപാട് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഓക്കെ ആണോടാ? യെസ്. പക്ഷെ അത് ഓഡിറ്റ് ചെയ്ത ഓഡിറ്റർ, ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് ചെയ്ത ഓഡിറ്റർ നൽകിയ ഒപ്പീനിയൻ, ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഇല്ല. അതായത് അൺമോഡിഫൈഡ് ഒപ്പീനിയൻ ആണ് നൽകിയിട്ടുള്ളത്. എന്താണ് അൺമോഡിഫൈഡ് ഒപ്പീനിയൻ? സർ, എന്താണ് സർ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഫ്രീ ഫ്രോം മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ്. എടാ ശ്രദ്ധിച്ച് കേൾക്ക്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ? യെസ് സർ, ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഓഡിറ്റർ എന്ത് ഒപ്പീനിയൻ ആയിരുന്നു നൽകേണ്ടിരുന്നത്? എയ്തർ ഹി ഷുഡ് പ്രൊവൈഡ് എ ക്വാളിഫൈഡ് ഒപ്പീനിയൻ ഓർ ഹി ഷുഡ് പ്രൊവൈഡ് എൻ അഡ്വേഴ്സ് ഒപ്പീനിയൻ. അതായത് ഹി ഷുഡ് പ്രൊവൈഡ് എ മോഡിഫൈഡ് ഒപ്പീനിയൻ. ശരിയല്ലടാ? ഒരു മോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കേണ്ട സ്ഥലത്ത് ഓഡിറ്റർ കൊടുത്ത ഒപ്പീനിയൻ എന്താണ്? അൺമോഡിഫൈഡ് ഒപ്പീനിയൻ. എന്ന് വെച്ചാൽ ഓഡിറ്ററിന്റെ ഒപ്പീനിയൻ അവിടെ തെറ്റിപ്പോയില്ലേ? യെസ് സർ, തെറ്റിയിട്ടുണ്ട് സർ. അയാൾ ആക്ച്വലി മോഡിഫൈഡ് ഒപ്പീനിയൻ ആണ് കൊടുക്കേണ്ടിരുന്നത്, പക്ഷെ കൊടുത്തത് അൺമോഡിഫൈഡ് ഒപ്പീനിയൻ ആണ്. ഇതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? ഓഡിറ്റ് റിസ്ക് എന്ന് വിളിക്കുന്നത്. റിസ്ക് ദാറ്റ് auditor gives an inappropriate audit opinion when the financial statements are materially misstated. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഉള്ള സമയത്ത് ഓഡിറ്റർ കൊടുക്കുന്ന തെറ്റായ അഭിപ്രായം, ഇതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? ഓഡിറ്റ് റിസ്ക് എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടിയും പറയാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഉള്ള സമയത്ത് ഓഡിറ്റർ കൊടുക്കുന്ന തെറ്റായ അഭിപ്രായം, ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ, ഇതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? ഓഡിറ്റ് റിസ്ക് എന്ന് വിളിക്കുന്നത്. കാരണം മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഉള്ള സമയത്ത് ഓഡിറ്റർ ആക്ച്വലി എന്ത് ഒപ്പീനിയൻ ആണ് കൊടുക്കേണ്ടത്? എയ്തർ അഡ്വേഴ്സ് ഒപ്പീനിയൻ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ഒപ്പീനിയൻ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒപ്പീനിയൻ എന്താണ്? അൺമോഡിഫൈഡ് ഒപ്പീനിയൻ. സോ ദിസ് ഈസ് കോൾഡ് ഓഡിറ്റ് റിസ്ക്. ഓക്കെ ആണോടാ? യെസ്. ഇതിന്റെ ഒരു എക്സ്ട്രാ ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മാനേജ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും തന്നെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഓഡിറ്റർ ശരിക്കും കൊടുക്കേണ്ട ഒപ്പീനിയൻ എന്താണ്? അൺമോഡിഫൈഡ് ഒപ്പീനിയൻ. പക്ഷെ ഓഡിറ്റർ കൊടുത്ത ഒപ്പീനിയൻ അത് മോഡിഫൈഡ് ആണ്, ഏതർ ക്വാളിഫൈഡ് ഓർ അഡ്വേഴ്സ് കൊടുത്തു എന്ന് വിചാരിക്കാം. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഇല്ല, പക്ഷെ ഓഡിറ്റർ പറഞ്ഞു അതിൽ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഓഡിറ്റർ എക്സ്പ്രസസ് ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ materially misstated when they are not. ഇത് ഓഡിറ്റ് റിസ്ക് ആണോ അല്ലയോ? ഓഡിറ്റർ എക്സ്പ്രസസ് that financial statements are materially misstated when they are not. ആക്ച്വലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ മിസ്റ്റേറ്റഡ് അല്ല, പക്ഷെ ഓഡിറ്റർ പറഞ്ഞു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ മിസ്റ്റേറ്റഡ് ആണ്. ഇത് ഓഡിറ്റ് റിസ്ക് ആണോ അല്ലയോ? ഇതാണ് എന്റെ ചോദ്യം. ആൻസർ അല്ല, ഇത് ഓഡിറ്റ് റിസ്ക് അല്ല. ദിസ് ഈസ് നോട്ട് ആൻ ഓഡിറ്റ് റിസ്ക്. സർ, പക്ഷെ ഇവിടെയും ഓഡിറ്ററിന്റെ അഭിപ്രായം തെറ്റിപ്പോകുന്നുണ്ടല്ലോ. ഇല്ല, ഇവിടെ ആക്ച്വലി ഓഡിറ്ററിന്റെ അഭിപ്രായം തെറ്റിപ്പോകുന്നില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചോക്കെ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മാനേജ്മെന്റ് ആക്ച്വലി ട്രൂ ആൻഡ് ഫെയർ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഒന്നും ഇല്ലാതെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ
പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഓഡിറ്റർ വന്നിട്ട് അവിടെ പറയാണ് ഇതിനകത്ത് മെറ്റീരിയൽ മിസ്റ്റേക്മെന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ചുമ്മാ ഇരിക്കുമോ? അവർ വന്ന് ചോദിക്കത്തില്ലേ എവിടെയാണ് സർ മെറ്റീരിയൽ മിസ്റ്റേക്മെന്റ്സ് എന്ന് ചോദിക്കാൻ സാധ്യതയില്ലേ? യെസ്. സോ ഈ ഒരു സാധ്യത പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഈ ഒരു സിറ്റുവേഷൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. മാനേജ്മെന്റ് ശരിയായ രീതിയിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തെങ്കിൽ ഓഡിറ്റർ തെറ്റായ അഭിപ്രായം പറഞ്ഞാലും അവിടെ മാനേജ്മെന്റ് വന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എവിടെയാണ് സർ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ്, ഈ മിസ്റ്റേറ്റ്മെന്റ്സ് മെറ്റീരിയൽ ആണോ എന്ന് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ ഇവിടെ മാനേജ്മെന്റ് ഒന്നും തന്നെ ചോദിക്കാൻ ചാൻസ് ഇല്ല. മാനേജ്മെന്റ് ഓൾറെഡി ഒരുപാട് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഓഡിറ്റർ അത് കണ്ടുപിടിച്ചില്ല. സർ എന്തുകൊണ്ടായിരിക്കും ഓഡിറ്റർ കണ്ടുപിടിക്കാത്തത്? കാരണം ഓഡിറ്റർ 100% അല്ല ചെക്ക് ചെയ്യുന്നത്, ഓഡിറ്റർ സാമ്പിളിംഗ് ബേസിലാണ് ചെക്ക് ചെയ്യുന്നത്. സോ മേ ബി സാമ്പിളിംഗ് ബേസിസ് ചെക്ക് ചെയ്തുകൊണ്ട് ഓഡിറ്ററിന് അവിടെയുള്ള മെറ്റീരിയൽ മിസ്റ്റേക്മെന്റ്സ് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നായിരിക്കാം. ഓക്കെ, സോ എന്താണ് ഓഡിറ്റ് റിസ്ക്? വെരി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് മെറ്റീരിയൽ മിസ്റ്റേക്മെന്റ്സ് ഉള്ള സമയത്ത് ഓഡിറ്റർ കൊടുക്കുന്ന തെറ്റായ ഒപ്പീനിയൻ, ഇതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? ഓഡിറ്റ് റിസ്ക് എന്ന് വിളിക്കുന്നത്. സോ ഐ ഹോപ്പ് ഓഡിറ്റ് റിസ്ക് എന്താണ് എന്ന ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ ഇനിയും കുറച്ചും കൂടി ടോപ്പിക്സ് ഉണ്ട്. ഇൻഹറന്റ് റിസ്ക്, കൺട്രോൾ റിസ്ക്, ഡിറ്റക്ഷൻ റിസ്ക്, ഇതൊക്കെ നമ്മൾ ഇനി വരുന്ന ക്യാപ്സ്യൂൾ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഓഡിറ്റ് റിസ്ക് എന്ന ഡെഫിനിഷൻ എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ ക്യാപ്സ്യൂൾ സീരീസ് കോൺസെപ്റ്റ് നമ്പർ 3. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ്. നിങ്ങൾക്ക് ഇതുപോലുള്ള ക്യാപ്സ്യൂൾ സീരീസ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.